സൂക്ഷ്മദർശനെ കണ്ടായിരുന്നോ? കിടുപടമല്ലേ? അതിൽ പക്ഷെ ഒരു ഡീറ്റെയിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു. എന്താണെന്നല്ലേ, സാധാരണ ഒരു സിനിമയിൽ ഒരു ലീഡ് ആക്ടർ എന്തെങ്കിലും ഒരു കാര്യം റീസെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവർ ഗൂഗിളിലോ വിക്കിപീഡിയയിലോ പോയിട്ടായിരിക്കും സെർച്ച് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നസ്രിയ അൽഷിമേഴ്സിനെ കുറിച്ച് അന്വേഷിക്കുന്നത് ഇവിടെ എങ്ങുമല്ല, ChatGPT-യിലാണ് പോയി സെർച്ച് ചെയ്യുന്നത്. ChatGPT പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതായത് ഈ സിനിമയിൽ വരെ ഗൂഗിളിന് പകരം ChatGPT ഉപയോഗിക്കാൻ തുടങ്ങി. അത്ര റീച്ച് ആയിട്ടുണ്ട് ഈ AI-ക്ക്. അപ്പോൾ നിങ്ങൾ ഈ AI ഫുള്ളി യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്ക് വരെ ഒരു ഭീഷണി ആയേക്കാം. പേടിക്കണ്ട, അതിനുള്ള സൊല്യൂഷൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നസ്രി ഇവിടെ ഒരു ചെറിയൊരു സെർച്ച് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ChatGPT ഉപയോഗിച്ചിരിക്കുന്നത്. ബട്ട് 5 മിനിറ്റ് കൊണ്ട് ബുക്ക് മൈ ഷോ പോലത്തെ ഒരു വെബ്സൈറ്റ് വരെ ഞാൻ ഉണ്ടാക്കി കാണിക്കാം. എങ്ങനെയാണെന്നല്ലേ, ഞാൻ AI-നെ കുറിച്ച് ഒരു വെബിനാർ എടുക്കുന്നുണ്ട്. അതിൽ ഈ കാര്യങ്ങളെല്ലാം കവറും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻട്രസ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്യൂ. ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ DM-യിലോട്ട് അയച്ചു തരുന്നതായിരിക്കും.